ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഫിലിപ്പ് സ്റ്റാർ, പ്രിയപ്പെട്ട അച്ഛനെ, DYSP, ജനപ്രതികളായ നേതാക്കന്മാരെ, അനിൽക്കുരപ്പുഴ അടക്കമുള്ള ജനപ്രതികളെ, തന്നിക്കൽ കുടുംബാംഗങ്ങളെ, സാറിൻ്റെ സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, നീണ്ട 30 വർഷക്കാലത്തെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം വർഗീസ് സാറ് സ്വന്തം ഭവനത്തിലേക്ക് അതിഥിയായി എത്തുന്ന ദിനമാണ്. സാറിനെ പറ്റി എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ സാറിൻ്റെ ഗുണഗണങ്ങളും ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളും ഒക്കെ അനുസ്മരിക്കുന്നുണ്ട്. വർഗീസ് സാറിനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ എനിക്കറിയാം. ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് കുരപ്പുഴ ലൈബ്രറി കേന്ദ്രീകരിച്ചുള്ള ബാലയൻ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായി. ആ നിലയിൽ നല്ല നിലയിലുള്ള അഭിരുചി ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന വർഗീസ് സാറ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത രംഗത്തും ആ തുറയിലും അദ്ദേഹത്തിൻ്റെ കഴിവുകളും കലാവാസനയും സ്നേഹ വായ്പകളെല്ലാം നമ്മൾ വ്യക്തമായി എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പ്രതിപാദിക്കുന്നുണ്ട്. താന്നിക്കൽ കുടുംബം എല്ലാം കൊണ്ടും സമ്പന്നമായ കുടുംബമാണ്. ആൾബലം കൊണ്ടും സാമ്പത്തികം കൊണ്ടും എല്ലാം മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു കുടുംബമാണ്. ഈ കുരപ്പടയിലെ സകല പൊതുരംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഈ കുടുംബത്തിൻ്റെ പൈതൃകം പേറുന്ന TM വർഗീസ് സാർ, വർഗീസിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എൻ്റെ പേര് TM എന്നുള്ള ഇനിഷ്യൽ എനിക്കുള്ളപ്പോൾ പല മേഖലയിലും പലയിടത്തും പലരെയും പല ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പം TM വർഗീസിൻ്റെ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഞാനും TM വർഗീസുമായി വളരെയേറെ വയസ്സ് വ്യത്യാസമുണ്ട്. എങ്കിലും കുരപ്പടയുടെ പഞ്ചായത്ത് മുതൽ പള്ളി മുതൽ അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള തുറകളിലും വളരെയധികം സേവനം ചെയ്തിട്ടുള്ള ആളാണ് TM വർഗീസ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി അനിൽ കുരപ്പടയുടെ ബിസിനസ് രംഗത്തെ സേവനങ്ങളെപ്പറ്റി പറഞ്ഞു. കുരപ്പടയുടെ ആധുനിക കുരപ്പടയുടെ ചരിത്രത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് TM വർഗീസ്. പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം TM വർഗീസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത സേവനങ്ങളെല്ലാം നല്ല നിലയിലുള്ള സേവനം ചെയ്യുവാൻ വർഗീസ് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹപ്രകടനത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. വർഗീസ് സാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മത്തായി സാറ് ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ്. ഈ വർഗീസ് സാറിനെ പോലുള്ള ഗുണഗണങ്ങൾ പല കാര്യങ്ങളിലും കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. സ്ട്രിക്റ്റ് പത്തായി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, എനിക്ക് പല സാറിൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ നമുക്കറിയാം. PWDയിലെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ നമുക്കറിയാം. അവരെപ്പറ്റി ഒരു പൊതുവായ ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരു അഴിമതിയും പുരളാത്ത വ്യക്തിത്വത്തിലുടമയായി ആ നിലയിൽ തന്നെ സേവനം ചെയ്യുവാൻ വർഗീസ് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പ്രചോദകമായിട്ടത് TM വർഗീസിൻ്റെ ആ പൈതൃകമാണ്. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. നിങ്ങളുടെ ഈ കുടുംബയോഗം വർഗീസ് സാറിൻ്റെ യാത്രയപ്പ് സമ്മേളനം ഒരു കുടുംബ കൂട്ടായ്മയുടെ യോഗമായി മാറ്റി കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ പങ്കിടുവാനുള്ള അവസരം കൂടിയായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഒരു അഭ്യുതകാംക്ഷി കൂടിയായ എനിക്ക് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്നേഹപ്രകടനത്തിലും അതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും എനിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്നേഹബന്ധങ്ങൾ നാട്ടിലാകെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. വർഗീസ് സാറിനെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു. സാറ് ചെറുതായി തന്നെ പൊതുരംഗത്ത് വന്നിട്ടുള്ള ആളാണ്. ചെറുപ്പത്തിൽ ജോലി കിട്ടിയുകൊണ്ട് ആ പൊതുരംഗത്തെ സേവനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പൊതുരംഗത്തെ അത് ആധ്യാത്മിക രംഗമായ അടക്കമാണ് എങ്കിൽ കൂടി പൊതുരംഗത്തെ എല്ലാ നിലയിലുമുള്ള സേവനങ്ങൾ ചെയ്യുവാൻ സാറിന് കഴിയട്ടെ. അതിനുള്ള വേദി ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ഭാവി ജീവിതത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ളവർ എല്ലാവരും, സമയം കൂടുതലായി എൻ്റെ ഒരു മുഷിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട വർഗീസ് സാറിൻ്റെ ഈ യാത്രയപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ വേറിട്ട ഒരു അനുഭവമാണ് എനിക്കും തോന്നിയത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുടുംബത്തിൻ്റെ ഐക്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കുടുംബത്തെക്കുറിച്ച് എല്ലാവരും പറയുകയാണ്, 4 ചേട്ടനന്മാരുണ്ട്, അവർ ഒത്തൊരുമയോടുകൂടി കഴിയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വലിയ വാർത്തകളാണ്. 4 സഹോദരന്മാർ ഒത്തൊരുമയോടുകൂടി കഴിയുക എന്നുള്ളത് അത്
ഒരു വേറിട്ട അനുഭവമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ താന്നിക്കൽ ഫാമിലി ഒരു കൂട്ടായ്മ കണ്ടതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രശ്നങ്ങൾ കൈകാര്യം ഒരു വേറിട്ട ഒരു അനുഭവമാണ് എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതിന് ആ കുടുംബ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടേതായ ഒരു അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, വർഗീസ് സാറ് 2 വർഷം മുമ്പേ VRS എടുത്ത് പോകുന്നതിൽ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള ഒരാൾ സംഘർഷഭരിതമായ ഒരു ജോലി തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്രയും സ്നേഹവും ചേർത്ത് നിർത്തലുകളും ഒക്കെയുള്ള ഒരു കുടുംബാന്തരീക്ഷമാണെങ്കിൽ അദ്ദേഹം ഈ പോലീസ് പോലെ എപ്പോഴും ഈ പറയുന്നത് പോലെ എല്ലാവരും പറയുന്നുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ അടങ്ങുന്ന പൊതുസമൂഹമാണ് പലപ്പോഴും ഞങ്ങളെ രൂക്ഷമായി വിമർശിക്കാറുള്ളത്. പക്ഷേ അവരുടെ ഉള്ളിൽ ഞങ്ങൾ നല്ലപോലെ സംരക്ഷണം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് മാധവ സേവയേക്കാൾ മഹനീയമാണ് മാനവ സേവ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പൊതുപ്രവർത്തനം ഈ കഷ്ടപ്പാടുള്ളതാണ് എന്ന് നമ്മുടെ സഹോദരപ്രാസംഗൻ സൂചിപ്പിച്ചത്. ഈ കഷ്ടപ്പാട് എങ്ങനെയാണ് ഉണ്ടായത് എന്നാരും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോവാറില്ല. അപ്പോൾ നമ്മൾ 3-4 മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് വലുതാക്കി ഒരു സ്ഥാനത്തെത്തിക്കുക എന്നുള്ളത് വലിയ കഷ്ടപ്പാടാണ് അച്ഛനമ്മമാരെ സംബന്ധിച്ച്. എന്ന് പറയുന്നത് പോലെയാണ് ഈ സമൂഹത്തെ ഒന്ന് നേരാവണ്ണം കിടത്തി ഉറക്കി കുടുംബങ്ങളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി കള്ളന്മാരിലും കൊലപാതകളിലും കഞ്ചാവ് പോലുള്ള ഇങ്ങനെയുള്ള അക്രമ സംഘങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുക എന്ന ഒരു ജോലിയാണ് ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സൂക്ഷ്മതയോടെ നോക്കുന്ന ആൾക്കാരുടെ നല്ല കയ്യടി കിട്ടുന്നുണ്ട്. പക്ഷേ ഒട്ടേറെ ചെറിയ പോരായ്മകൾ 10,000-60,000 പേരടങ്ങുന്ന ഒരു പോലീസ് സേനയിൽ 1-2 പേരുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നല്ലപോലെ ആഘോഷിക്കുകയും ഒട്ടേറെ ആൾക്കാർ സന്തോഷിക്കുകയും ചെയ്ത കാഴ്ചകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും, ആത്മീയ മേഖലകളിലടക്കം എല്ലാ മേഖലകളിലും കുഴപ്പക്കാരുണ്ട്. അപ്പം പിന്നെ പോലീസ് എന്ന് പറയുന്നത് ഭാഗത്തുനിന്ന് 1-2 പേരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായാൽ അതിനെ സാമാന്യവൽക്കരിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട വർഗീസ് സാറിൻ്റെ ഒരു യാത്രയപ്പിൽ പറയാൻ തോന്നുകയാണ് ഞാനൊരു സംഘടനയുടെ പ്രതിനിധി നിലയിൽ. അതുപോലെ എനിക്ക് വേറിട്ടൊരു കാഴ്ച, നിരവധിയായ യാത്രയപ്പുകൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടിലെ എല്ലാവർക്കും, ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടോ കൂടിയ പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ രാഷ്ട്രീയ മേഖലയിലേക്ക് വർഗീസ് സാറിനെ ഉന്നമിടുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പൊതു സ്വീകാര്യത വർഗീസ് സാറിനുണ്ടായി. അത്രമേൽ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആംഡ് ബറ്റാലിയൻ തൊട്ട് ഒന്നിച്ച് ജോലി ചെയ്ത് ഇപ്പോൾ പെൻഷൻ ആവുന്നവരെ ഒരുമിച്ച് ജോലി ചെയ്ത ഇത്രയേറെ ജനസ്വീകാര്യനായ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിനോട് ഇന്നലെ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ആദരവ് എനിക്ക് എൻ്റെ സഹപ്രവർത്തന വർക്കിയോട് എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ നോക്കിയാണ്. പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DYSP അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് ഈ ഓഫീസിൻ്റെ ഹെഡ്. ആ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് GD ചാർജ്. അത് ഞങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗത്തെ സംബന്ധിച്ച് വളരെ സമൂഹത്തിൻ്റെ ചലനങ്ങൾ വളരെ രഹസ്യമായി അത് മുഖ്യമന്ത്രിയും അതേപോലെ ADGP-യൊക്കെ നേരിട്ട് അറിയിക്കുന്ന ഒരു ജോലിയാണ് വർഗീസ് സാർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്കറിയാം. അതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുകയും കൃത്യസമയത്ത് ഓഫീസുകളിലെത്തി വളരെ ഒരു അച്ചടക്കത്തോടു കൂടി കാര്യഗൗരവത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. VRS എടുക്കാൻ തയ്യാറായപ്പോൾ DSP അദ്ദേഹം അടക്കമുള്ള എല്ലാവരും, അദ്ദേഹത്തിൻ്റെ ബാച്ചുകാരും എല്ലാം ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ അദ്ദേഹത്തോട് കമൻറ്റ് ചെയ്യുന്നത്, വേണ്ടോളം സാമ്പത്തികവും എല്ലാം ഉണ്ട്, ഒരു മോളേ ഉള്ളൂ, അപ്പോൾ അദ്ദേഹം കൂടുതലായി നിർബന്ധിക്കേണ്ടതായിട്ടുള്ള ഫുൾ പെൻഷനും കിട്ടും, 10-60 ലക്ഷം രൂപ കിട്ടും, അത് വെളിപ്പെടുത്തിയെന്ന് ധരിക്കേണ്ടതായിട്ടില്ല, ആരും കടച്ചു വയ്ക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് 10-55,000 രൂപ മാസം ഇനിയും കിട്ടും. അപ്പോൾ നാട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടുമല്ലോ, അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട്. പക്ഷെ തീർച്ചയായും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം വളരെ നഷ്ടമാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തപ്പോഴും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വർഗീസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം മുഖത്തുണ്ടാവും, അതല്ലാതെ ഒരു മുഷിൽ. ഞാൻ ഇന്ന് വരെയും അദ്ദേഹം
ആരോടും ചൂടാകുന്നതും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ യാത്രയെ ഇപ്പോൾ ഞങ്ങളുടെ DYSP എന്ത് ചെയ്യുമെന്ന് അറിയിക്കില്ല. അടുത്ത പ്രാവശ്യമൊക്കെ പെൻഷൻ പറ്റുന്നവരുടെ ആ ഒരു സെൻഡ് ഓഫ് ഫംഗ്ഷനിൽ എപ്പോഴും അദ്ദേഹം ഒരു കവിത എഴുതിക്കൊണ്ടുവന്ന് ചൊല്ലും. അത് ചെറിയ കാര്യമല്ലോ. നിങ്ങളൊരു കവിത എഴുതാൻ തയ്യാറാകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അപ്പോൾ ആ ഒരു കവിത എഴുതിക്കൊണ്ടുവന്ന് ഒരു കവിത ചൊല്ലി ആ യാത്രവേളയിൽ അതിനെ മഹനീയമാക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വർഗീസ് സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രമിച്ചവർക്കും നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ താന്നിക്കൽ കുടുംബത്തിലെ ചങ്കുകളിൽ ഒരാളായ സജി സാർ, സിഗ്മ സജി സാറ്, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സീരിയൽ ആർട്ടിസ്റ്റ് മനു പ്രേംകുമാർ, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഞങ്ങളുടെ വളരെ സ്നേഹമുള്ള DYSP ആർ മധു സാർ, ഈ സ്റ്റേജിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മുടെ നാട്ടിലെ ലോക്കൽ നേതാക്കന്മാർ, ഞങ്ങളുടെ കോട്ടയം ജില്ലാ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി തിരുമേനി സാറ്, ഞങ്ങളുടെ SBI എന്ന് പറഞ്ഞാൽ CI അൻസൽ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മാഡം, നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള സോണിയച്ചൻ. ഞാൻ എല്ലാവർക്കും നന്ദി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുന്നില്ല. കാരണം നമ്മുടെ ഫുഡ് വെയിറ്റ് ചെയ്യുകയാണ്, ആരും കഴിച്ചെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, അത് ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല. എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്, വിവിധ മേഖലകളിൽ ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SSLC പരീക്ഷ എഴുതിയ എൻ്റെ ചങ്കുകൾ ഒത്തിരി പേരുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നില്ല. ഇത്രയും പേര് ഇങ്ങനെ ഒരു ചടങ്ങിനെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമല്ല. എന്തായാലും വളരെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
പ്രവേശിച്ച 1994 ബാച്ചിലെ എൻ്റെ കൂട്ടുകാര് കുറെ പേരെത്തിയിട്ടുണ്ട്. അവരെല്ലാം സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് പറയാൻ ആർപ്പുവിളികളുടെ അകമ്പടിയോടുകൂടി കാരണവർക്ക്, കുടുംബത്തിലെ കാരണവർക്ക് നല്ല കരുത്തുറ്റ തേക്കിൻതടിയിൽ നിർമ്മിച്ച, ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള, സുഖമായി ഇരിക്കാനും സുഖമായി കിടക്കാനും സുഖമായി ഉറങ്ങാനും കാലുകളും കൈകളും നീട്ടിവെച്ച് സുഖമായി ഇരിക്കാനായി ഇതാ ഞങ്ങൾ എല്ലാ ചങ്ങുകൾക്കും തിരമേളം പെരുകുന്നേ, ഉടലാകെ പടരുന്നേ ഉലകിൻ താളം. പുതുമേഘം നിറയുന്നേ, തുടിതാളം കേറുന്നേ, കടലോളം കനവുള്ളേ തിരതല്ലുന്നേ. പുതുപുലരികൾ എഴുതിയ കഥയിൽ നനുമലരുകളുടെ മൊഴി വിരിയുന്നേ. അകവനികളിൽ ഒരുകിയ മുറിവേ ഇനിയുള്ളുലേറ്റാതെ മായൂ. ഇരവുകളുടെ പദചലനം കിടുമുടനടി നിറക്കണി വിരിയുന്നേ. നെഞ്ചോരം ചേരൂ കാണാം മഴയുടെ വിരലുകളെ. തിരതാളം മുറുകുന്നേ, തിരമേളം പെരുകുന്നേ, ഉടലാകെ പടരുന്നേ ഉലകിൻ താളം. പുതുമേഘം നിറയുന്നേ, തുടിതാളം കേറുന്നേ, കടലോളം കനവുള്ളേ തിരതല്ലുന്നേ. സാറിൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനോടുകൂടി കൂടെ സംബന്ധിച്ച് ഇതുപോലെ പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരവസരം ഉണ്ടായിരുന്നതിന് വളരെ സന്തോഷം. സാറിനോട് ഞങ്ങളുടെ ഞാൻ പാടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് 2 പാട്ടുകാരുണ്ട്. 10-28 വർഷത്തോളം കൂടി സംഗീതം പഠിച്ച് വിവിധ ഗാനമേള ട്രൂപ്പുകളിൽ പാടുന്ന പ്രിയ ഗായകൻ ജയരാജ് ചമ്പകര എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട് കൂടെ ഒക്കെ പാടുന്ന അടിപൊളിക്കാട്ടുകാരൻ വിഷ്ണു പെൺകുന്നം ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിച്ചിരുന്ന് സഹകരിക്കണം.
പിന്നെ ഞാനും എൻ്റെ പ്രിയതമയുണ്ട്. അവരിടയ്ക്ക് നിങ്ങളുടെ വന്ന് പാടുക, എല്ലാവരും പാടുക. പാപികൾക്കു വേണ്ടി വാങ്ങു നെഞ്ചിലെ ചൊല്ലിടും നീതിമാന്യവർക്ക് തന്നതോ മുൾക്കിരീടമാരവും സ്നേഹലോലമായി തലോട കേന്ദ്രീവിലോലം സ്നേഹലോലമായി തലോട കേന്ദ്രീവിലോലം നിത്യനായ ദൈവമേ കാത്തിടേണമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. ഇവനെ പടച്ചു വിട്ട കടവുള്ളിക്ക് അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാത്തി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാത്തി. ഉലകിതിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞു താരാട്ടാതെന്നെ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാനാരും പോരണ്ട എളിയും ഒന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും Thank you. നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിൻ നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ
ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. मेरा नसीब है जो मेरे यार ने बस के प्यार से मेरे नाम रख दिया, मेरे नाम रख दिया, हाँ नाम रख दिया, मेरे नाम रख दिया. तेरी चाहत की चांदनी मेरे आंखों में बस गई. तेरी चाहत की चांदनी मेरे आंखों में बस गई. खुशबू तेरी मेरे सांसों में बस तुझे मेरी वफा ऐसी दीवानी
പാമ്പാടി പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വിൻസെന്റ് ജോസഫ് സാർ ഇപ്പോൾ കൂത്താട്ടുകുളത്ത് SHO ആണ്. സാറ് നിങ്ങൾക്കായി ഒരു ഗാനം ആലപിക്കുന്നു. तो नहीं मैं शायद तो नहीं मगर अभी जब से देखा मैंने मुझको शायरी आई मैं शायद तो जब से देखा मैंने मुझको शायरी आई मैं आशिक तो नहीं मगर जब से देखा मैंने मुझको आशिकी आई मैं शायद तो नहीं प्यार का नाम मैंने सुना था मगर प्यार क्या है ये मुझको नहीं थी खबर प्यार का नाम मैंने सुना था मगर प्यार क्या है ये मुझको नहीं थी खबर मैं तो उल्टा रहा उलझनों की तरह दोस्तों में रहा दुश्मनों की तरह നിന്നെ കണ്ണിമയിൽ ചാർത്തിടാം തുള്ളാടൻ ചേരിൽ നിന്നെ വരേണ്ട കണ്ണോടാം ഒരു വെള്ളം കണ്ണും പൂവും കൈവിറച്ചാടും കണ്ണാടാ കുന്നിൽ നിന്നും തിരികോടിപ്പാടും
ചില മരതകമണികളിൽ ഒരു മറിയ മധുരമതിയാ പുതുമോടി പാട്ടും ഒരു വലിയ പൊന്നുപൂ ഇടവന്ന കാടും ചുറ്റി കോട്ടാടും ഫലമാണേ ഇടനെഞ്ചിൽ കോലം കൊള്ളും പരമോഹം വാഴാണേ കോട്ടയം ഡിവൈഎസ്പി ഓഫീസിലെ എൻ്റെ സ്നേഹിതർ ഒരു ഉപഹാരം നൽകുന്നു. ഹലോ, ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകരും സുഹൃത്തുമായ വർക്കിച്ചന് കോട്ടയം ഡിവൈഎസ്പിസിലെ എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. 30 വർഷത്തെ സർവീസിന് ശേഷം സ്വയം വിരമിക്കുന്ന വർക്കിച്ചന് ഇനിയും സർവീസ് ബാക്കി കിടപ്പുണ്ടെങ്കിലും എല്ലാം മതി ഇത് മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം വിരമിക്കുന്ന വർക്കിച്ചന് എല്ലാവിധ ആശംസകളും, അതുപോലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും തുടർന്ന് ജീവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Dinaki dingiri dingale Ulagam pona pukke pare rosama pendale Atikku nitile rosama penne Kadanalu discount penne Bell bottom bags mitte high heel shoes mitte kudru pole kutad penne Lale 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 നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ എന്നു നിന്നു അലഞ്ഞല്ലോ നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ എന്നു നിന്നു അലഞ്ഞല്ലോ സമയം സമയം ചിറ്റിട്ട് പോരോ സമയം Rosame, my dear Rosame, chichite Rosame, lale lale, lale lale, lale lale, lale lale, lale. കണ്ടൊരിക്കലെങ്കിലും ഞാൻ പോയപ്പോൾ ഒരു മലമേ ഞാൻ സ്നേഹിച്ചു ഞാൻ നാട്ടിൽ മടങ്ങി വന്നിട്ട് എന്റെ റോസാമ്മ പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചു പൊരുത്തി മതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ പൊരുത്തി മതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ റോസാമ്മ കൂടാ കൂടി മത്തിങ്ങരി കുടിയടിച്ചു Rosama pura puruni Lala matingari kudiarichu Lale 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 lale
मशहूर करना कभी तू मुझे नजरों से दूर किथे चलिए तू किथे चलिए तू किथे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं न रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के रात लंबे आ रे कटे तेरे संगे आ रे के रात लंबे आ रे कटे तेरे संगे आ रे चम 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 अंबरा दे तारे कहंदे ने सजना तू ही चन मेरे इस दिल दा मन लवे सजना तेरे बिना मेरा होवे ना गुजारा छड़ के ना जावी मैनू तू ही है सहारा काटू कैसे राता हो सावरे जिया नहीं जाता നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും തീരാമോഹം മാതകമാന്നി പൂവൽ നീയിൽ തഴുകിയിരുന്നു जब से मिला तेरा साया भाया मुझे हर बार तू भाया लाया सपने हजार तू लाया ऐसे ऐसे हाँ ऐसे 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 जैसे आया जब से है यार तू आया छाया बन के है प्यार तू छाया लाया सपने हजार तू लाया ऐसे ऐसे हाँ ऐसे 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 सच करके मेरे सपने सच करके कहा जल्दी बच करके टच करके दिल मेरा क्यों स्क्रैच किया रे कभी छोड़ दिया दिल कभी कैच किया रे साड़ी के फॉल सा कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे
का सनसेट है भाई तेरा फुल सेट है मोशन भी देखो मेरा बनने लगा देखो तो हसीना को वाना भी करीना को ठुमको का फीवर है चढ़ने लगा थोड़ा हार्ड सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे 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 Let's not joke. ഉയരെ പാടൂ നമ്മളെ നല്ല അതിരെല്ലാം കട്ടണ കട്ടണ അതിരെല്ലാം പട്ടണ പട്ടണ നിറയണത്തെ തന്നിര കണ്ടാരോ അതിരെല്ലാം കട്ടണ കട്ടണ അതിരെല്ലാം പട്ടണ പട്ടണ നിറയണത്തെ തന്നിര കണ്ടാരോ
നൈജീരിയയിൽ നിന്നുള്ള ബൈറോൺ ഉണ്ട്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കട്ടെ. സിൽക്സിൽ ജോലി ചെയ്യുന്ന, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയി പരിചയമുള്ള ഫ്രണ്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമായി അല്ലേ? കല്യാണത്തിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നേരെ മുകളിലുള്ള വീട്ടിൽ താമസിച്ച ആളാണ് റോയി. ഇപ്പൊ ഗൾഫിലാണ്, ഇപ്പം നാട്ടിൽ വന്നതാണ്. ഇത് തൊട്ടപ്പുറത്തെ വീട്, ഇതിന്റെ അപ്പുറത്തെ വീട്. ആ വീട് പൊളിച്ചു പോയി. ഇവരിപ്പോൾ കൊടുത്തറിയോ പുത്തൻകുരിശിലാണ്. ഞങ്ങൾ പഴയ കൂട്ടുകാരാണ്.